والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. വേദിയിലുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന ആദരണീയരായ പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ ബഹുമാന്യനായ അലി മണിഫാൻ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് ഞാൻ എൻ്റെ സുഹൃത്ത് റഷീദ് സാഹിബിന് വേദി ഒഴിഞ്ഞു കൊടുക്കുന്നതായിരിക്കും. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന, എല്ലാവർക്കും മനഃപ്പാഠമായി തന്നെ അറിയാവുന്ന കാര്യമാണ് മുസ്ലിമീങ്ങൾ അവരുടെ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും സ്വഭാവ പെരുമാറ്റ മര്യാദകൾക്കുമെല്ലാം അവരുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും അവർ പ്രമാണമായി അംഗീകരിക്കേണ്ടത്, അവർ സന്മാർഗത്തിന്റെ ഉറവിടമായി അംഗീകരിക്കേണ്ടത് വിശുദ്ധ ഖുർആനും ആ ഖുർആനിനെ വിശദീകരിക്കുവാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളും അദ്ദേഹത്തിന്റെ പ്രവൃത്തികളും അദ്ദേഹം നൽകിയ അംഗീകാരങ്ങളുമാണ് എന്ന കാര്യം. ഇത് നമ്മളെല്ലാവരും ഒരേ സമയം അംഗീകരിക്കുകയും എന്നാൽ ഏതാനും ചില സന്ദർഭങ്ങളിൽ നാം അറിയാതെയോ നമ്മുടെ അശ്രദ്ധ കൊണ്ടോ ചില അവസരങ്ങളിൽ ചില മാനദണ്ഡങ്ങളെ നമ്മൾ മറക്കുകയാണ്. ഒരർത്ഥത്തിൽ നമ്മൾ അവകാശപ്പെടുന്ന നമ്മുടെ സത്യസന്ധതയും നമ്മുടെ നീതിബോധവും നമ്മൾ അറിയാതെ തന്നെ ദുർബലമായി പോകുന്നുണ്ട്. അത് എനിക്ക് തുറന്നു പറയാതെ നിർവാഹമില്ല. ഹുദൽ ലിന്നാസ് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മാനവരാശിക്ക് മുഴുവനും ഈ വിശുദ്ധ ഖുർആൻ മാർഗദർശനമാണ്. അത് തന്നെ വിശുദ്ധ ഖുർആൻ ഒന്നുകൂടി വിശദീകരിച്ചപ്പോൾ ഹുദല്ലിൽ മുത്തഖീൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാനവരാശിക്ക് മുഴുവനും ആകമാനം ഇറങ്ങിയിട്ടുള്ള ഈ സന്മാർഗത്തിന്റെ ഉപദേശം മാനവരാശി മുഴുവനും ഏറ്റെടുക്കുന്നില്ല. അത് ഏറ്റെടുക്കുന്നത് ആരാണ്? ഹുദൻ ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങളാണ് വാസ്തവത്തിൽ അത് ഏറ്റെടുക്കുന്നത്. അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത് മാനവരാശിക്ക് മുഴുവനുമാണ്. പക്ഷെ മാനവരാശിയിൽ മനസ്സിന്റെ കളങ്കങ്ങൾ കൊണ്ട് സത്യാന്വേഷണ തൽപരതയുടെ ഹൃദയത്തിന്റെ കവാടങ്ങൾ തുറക്കാത്തവർക്ക് വാസ്തവത്തിൽ ഈ സന്മാർഗം കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അവർ ഇരുട്ടിൽ തപ്പുന്നു, അല്ലെങ്കിൽ അബദ്ധത്തിൽപ്പെടുന്നു. അങ്ങനെ നമ്മുടെ ഏതൊക്കെയോ ചില ദുർബലമായ കാരണങ്ങളാൽ നമ്മൾ ചില കാര്യങ്ങളിൽ അബദ്ധത്തിൽ പെടുന്ന ഒരബദ്ധമാണ് വാസ്തവത്തിൽ ഈ കലണ്ടർ ഏകീകരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്റെ ഒരു പരിചയക്കാരനോട് ഇത് ഇവിടെ കുത്തണം. അയാൾ പുകവലിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അയാളോട് ചോദിച്ചു, സുഹൃത്തുക്കളെ, റമദാൻ മാസത്തിൽ നോമ്പ് നോറ്റ് താങ്കൾ ഇതുപോലെ വലിക്കാറുണ്ടോ? അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതെന്തൊരു ചോദ്യം, റമദാൻ മാസത്തിൽ ആരെങ്കിലും ബീഡി വലിക്കുമോ? റമദാൻ മാസത്തിൽ ആരെങ്കിലും പുക വലിക്കും? ഞാൻ ചോദിച്ചു, എന്താണ് പുകവലിച്ചാൽ എന്താണ് പ്രശ്നം? നോമ്പ് മുറിയൂലേ? അപ്പൊ റമദാൻ മാസത്തിൽ നോമ്പ് മുറിയും എന്നത് ഖുർആനിലില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഏത് സാധാരണക്കാരനും അറിയാം. വിശുദ്ധ ഖുർആനിലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലോ ഇങ്ങനെ നോമ്പ് മുറിയും എന്നുള്ള ഒരു പരാമർശമില്ല. പക്ഷേ വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സന്മാർഗത്തിന്റെ ഉപദേശങ്ങൾക്ക് നിരക്കാത്ത ഒരു പരിപാടിയാണ് ഇത് എന്ന് വാസ്തവത്തിൽ തത്വങ്ങളിലൂടെ അവൻ മനസ്സിലാക്കിയതാണ്. ഈ സാധാരണക്കാരൻ ഖുർആൻ കണ്ടിട്ടില്ല, അയാൾക്ക് ഖുർആൻ ഓതാൻ അറിയില്ല. പക്ഷെ ആ സാധാരണക്കാരൻ ഈ തത്വം മനസ്സിലാക്കിയിരിക്കുന്നു. എവിടെ നിന്ന്? മതപണ്ഡിതന്മാർ
ദീനിയായ വിഷയങ്ങൾ വിശദീകരിച്ചിടത്ത് നിന്ന് ഈ തത്വം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. ശരി, ഞാൻ അദ്ദേഹത്തോട് രണ്ടാം ചോദ്യം ചോദിച്ചു. എന്നാൽ മതപണ്ഡിതന്മാർ പറയുന്നു ഈ പുകവലി ഹറാമാണെന്ന്. അതിനെ സംബന്ധിച്ച് എന്തു പറയുന്നു? എല്ലാവരും അങ്ങനെ പറയുന്നുണ്ടോ? ഖുർആനിലും ഹദീസിലും സിഗരറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? ഇതേ ബഹുമാന്യ സഹോദരൻ എന്നോട് തിരിച്ചു ചോദിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് നിങ്ങൾ മടങ്ങി വരൂ. നമ്മൾ ഒരു മാനദണ്ഡം അംഗീകരിച്ചാൽ ആ മാനദണ്ഡം ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അത് പാലിക്കേണ്ട സന്ദർഭങ്ങളിൽ പാലിക്കാൻ നമുക്ക് പറ്റാതെ വരുന്നു. അല്പം മുമ്പ് അദ്ദേഹം പറഞ്ഞ അതേ മാനദണ്ഡ പ്രകാരം തന്നെയാണ്, അഥവാ വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ തന്നെയാണ് മാരക രോഗങ്ങൾ വരുത്തിവെക്കുന്ന, ശരീരത്തിന് ഹാനികരമായിട്ടുള്ള, ശരീരത്തിന് ഒരുപാട് രോഗങ്ങൾ സമ്മാനിക്കുന്ന, സമ്പത്തിന് ദുർവ്യയം ചെയ്യുന്ന, വായക്ക് ദുർനാറ്റങ്ങൾ ഉണ്ടാക്കുന്ന, സമൂഹത്തിന് ദ്രോഹകരമായ ഈ സാധനത്തെ വിശുദ്ധ ഖുർആൻ എന്ന സന്മാർഗം അത് അംഗീകരിക്കുന്നില്ല. അതിന്റെ വിരുദ്ധമായ ഒരു കാര്യമായിട്ടാണ് അതിനെ കാണുന്നത്. അപ്പൊ തത്വം നോക്കൂ, രണ്ട് സ്ഥലത്തും തത്വം ഒന്നാ. അതായത് അത് നോമ്പുകാരനായിരിക്കെ പുകവലിച്ചാൽ മുറിയും എന്ന് പറയുന്ന തത്വം എന്താണോ, അതിനുവേണ്ടി പാലിക്കുന്ന മാനദണ്ഡം എന്താണോ, അതേ മാനദണ്ഡപ്രകാരം അത് തെറ്റാണെന്ന് തെളിയും. ഏതൊരായത്ത് മുഖേനയാണോ ഈ വിഷയം തെളിയുന്നത്, അതേ ആയത്തുകൾ കൊണ്ട് അഥവാ അതേ വിശുദ്ധ ഖുർആനിന്റെ മാർഗദർശനം കൊണ്ട് ഇതിന് സാധിക്കും. നമുക്ക് ഈ പോയിന്റ് വാസ്തവത്തിൽ നമ്മളിൽ പലരും മറക്കുന്നതാണ്. വാസ്തവത്തിൽ ഇവിടത്തെയും പ്രശ്നം എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. നോക്കൂ നിങ്ങൾ, ഞാൻ 2-3 ഉദാഹരണങ്ങൾ പറയാം. ഞാൻ എന്റെ സുഹൃത്തിനോട് ഒരു ഞായറാഴ്ച രാവിലെ 10 മണിക്ക് അദ്ദേഹം എന്നെ ചായ കുടിക്കാൻ ക്ഷണിച്ചു, എന്റെ സുഹൃത്ത്. ഞാൻ പറഞ്ഞു ഇന്നെനിക്ക് സുന്നത്ത് നോമ്പാണ്, ഞായറാഴ്ചയാണ് കേട്ടോ. അപ്പൊ അയാൾ എന്നോട് ചോദിച്ചു, ഞായറാഴ്ച ഇന്നെന്ത് സുന്നത്ത് നോമ്പാ? അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു, തിങ്കളാഴ്ച സുന്നത്ത് നോമ്പുണ്ടല്ലോ, അഥവാ നാളെ തിങ്കളാഴ്ച നോമ്പുണ്ടല്ലോ. ഞാനൊരു യാത്രയിലായിരിക്കും നാളെ. എനിക്ക് ആ നോമ്പ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ ഇന്ന് ആ നോമ്പ് എടുക്കാണെന്ന് പറഞ്ഞു. ഇതെന്തൊരു പുതുമ! ഞാൻ തിങ്കളാഴ്ചത്തെ ഒരു നോമ്പ് അങ്ങനെ ഞായറാഴ്ചത്തേക്ക് കയറ്റിയെടുക്കാൻ പറ്റുമോ? അത് ആ തിങ്കൾ നോമ്പിന്റെ സുന്നത്ത് നോമ്പിന്റെ കൂലി കിട്ടുമോ? അയാൾ ചോദിക്കാം. ഇപ്പൊ ഞാൻ ചോദിച്ചു, അങ്ങനെ കിട്ടില്ല എന്ന് നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലായി? ഖുർആനും ഹദീസും ഒന്നും ഓതാനൊന്നും എനിക്കറിയില്ല, എന്നാലും അതല്ലേ തത്വം. നമ്മുടെ മൗലവിമാർ അങ്ങനെയല്ലേ പറഞ്ഞു തരുന്നത്? നോക്കൂ നിങ്ങൾ. അപ്പൊ ഒരു തത്വം നമ്മൾ എന്ത് പറഞ്ഞു? തിങ്കൾ എന്ന ദിവസത്തിലെ സുന്നത്ത് നോമ്പ് തിങ്കൾ തന്നെയായിരിക്കണം. ഒരു നിയമം നമ്മൾ പറയാട്ടോ. ശരി, എന്നാ ദുൽഹജ്ജ് 9 അറഫ അത് ആ ദുൽഹജ്ജ് 9 തന്നെ ആയിരിക്കണം. ആ നിയമത്തുമ്പോ നമ്മളെന്താ മാറുന്നത്? നോക്കൂ നിങ്ങൾ. അവിടെ എത്തിയപ്പോ ദുൽഹജ്ജ് 9 എന്നുള്ളത് 8 ആകാം, വേറൊരാൾക്ക് 10 ആകാം, 9 ആകാം. ഈ ദിവസവും പിന്നത്തെ ദിവസവും അതിന്റെ അപ്പുറത്തെ ദിവസവും ആകാം എന്ന ഒരു നിയമം നമ്മൾ എങ്ങനെ അംഗീകരിക്കും? വെള്ളിയാഴ്ച, ചൊവ്വാഴ്ച, തിങ്കളാഴ്ചത്തെ നോമ്പ് അല്ലെങ്കിൽ വ്യാഴാഴ്ചത്തെ ഒരു സുന്നത്ത് നോമ്പ് അത് ബുധനാഴ്ച എടുത്താൽ ശരിയാവില്ലെന്ന് നമ്മൾ പറയുന്നു. അതേ നമ്മൾ തന്നെ പറയുന്നു ശവ്വാൽ 1 എന്ന ഒരു പെരുന്നാൾ. ആ ശവ്വാൽ 1 എന്ന പെരുന്നാൾ അത് തിങ്കളാഴ്ചയാകാം, ചൊവ്വാഴ്ചയാകാം, ബുധനാഴ്ചയാകാം. നോക്കൂ നിങ്ങൾ, നമ്മൾ പറഞ്ഞ മാനദണ്ഡത്തിൽ നിന്ന് നമ്മൾ അപ്പുറത്തേക്ക് മാറിയപ്പോൾ, അഥവാ ചില ഘട്ടങ്ങളിൽ എത്തിയപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ സെൻസ് മാറിപ്പോവുകയാണ്. നോക്കൂ നിങ്ങൾ, ലൈലത്തുൽ ഖദർ, ലോകത്തിൽ എത്ര ലൈലത്തുൽ ഖദർ ഉണ്ട്? ഞാൻ എന്റെ ഉസ്താദുമാരോട് ചോദിച്ചതാ പണ്ട്. അപ്പൊ ഉസ്താദുമാർ പറഞ്ഞു ഒറ്റ ലൈലത്തുൽ ഖദർ. എന്തായാലും സംശയം. ഞാൻ പറഞ്ഞു ഇന്ന് ഒരു ലൈലത്തുൽ ഖദർ അല്ലല്ലോ, ഒരു 5-6 ലൈലത്തുൽ ഖദർ ഇല്ലേ? നമുക്കൊരു ലൈലത്തുൽ ഖദർ, തമിഴ്നാട്ടിൽ വേറൊരു ലൈലത്തുൽ ഖദർ, ഡൽഹിയിൽ വേറൊരു ലൈലത്തുൽ ഖദർ, പാകിസ്ഥാനിൽ വേറൊന്ന്, UAE-യിലും അതേപോലെ ഗൾഫ് രാഷ്ട്രങ്ങളിലും വേറെ ലൈലത്തുൽ ഖദർ, അമേരിക്കയിൽ വേറെ ലൈലത്തുൽ ഖദർ. അങ്ങനെ നോക്കുമ്പോ കുറെ ലൈലത്തുൽ ഖദർ ഉണ്ടോ? ഞാൻ പറഞ്ഞു വന്നത്, ഒരു ഭാഗത്ത് ഒരവസരത്തിൽ നമ്മൾ
അംഗീകരിക്കുന്ന, നമ്മുടെ മനസ്സ് പൂർണ്ണമായി സമ്മതിക്കുന്ന ഒരു തത്വത്തെ ഒരു സ്ഥലത്ത് നമ്മൾ പ്രയോഗത്തിൽ വരുത്തുകയും എന്നാൽ ജീവിതത്തിന്റെ വേറെ ചില ഭാഗങ്ങളിൽ ആ നിയമങ്ങളെ നമ്മൾ മറക്കുകയോ അതുമല്ലെങ്കിൽ ആ നിയമങ്ങളിൽ നമ്മൾ അശ്രദ്ധ കാണിക്കുകയോ ചെയ്യുന്നു എന്നതാണ് വസ്തുത. അപ്പൊ ഇതില് വാസ്തവത്തിൽ ഇവിടെ അവതരിപ്പിക്കുന്ന ഈ വിഷയത്തിൽ ഒരു പുതുമയില്ല. വാസ്തവത്തിൽ എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലത്ത് നമുക്കറിയാവുന്നതുപോലെ, ഇന്നറിയാവുന്നതുപോലെ നമ്മുടെ കലണ്ടറുകളിലേക്ക് നോക്കി സൂര്യാസ്തമയവും അതേപോലെ തന്നെ ദോഹറിന്റെയും അസറിന്റെയും മഗ്രിബിന്റെയും അങ്ങനെ ഓരോരോ നമസ്കാരങ്ങളുടെയും സമയങ്ങൾ നോക്കി ആ സമയങ്ങളിൽ നമ്മൾ കൃത്യമായി ബാങ്ക് കൊടുക്കുകയാണ്. മുഅദ്ദിൻ പ്രത്യേകമായി ആകാശത്തേക്ക് നോക്കുന്നില്ല. പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്കോ കിഴക്കൻ ചക്രവാളത്തിലേക്കോ നോക്കുന്നില്ല. ഫജറുൽ സ്വാദിഖ്, ഫജറുൽ കാദിബ്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മപ്രഭാതം, അതേപോലെ തന്നെ കള്ളപ്രഭാതം. കിഴക്കൻ ചക്രവാളത്തിൽ പൊട്ടുപൊട്ടായി കാണുന്നതും അതേപോലെ തന്നെ ചെന്നായയുടെ വാല് പോലെ നീണ്ടു കാണുന്നതും റസൂൽ വിശദീകരിച്ചതാണ്. പക്ഷെ ഈ വിശദീകരണം ഇന്ന് നമ്മുടെ നഗ്നനേത്രം കൊണ്ട് നോക്കാൻ നമ്മൾ മെനക്കെടാറില്ല. പക്ഷെ ഇതൊക്കെ ഏതേത് സമയങ്ങളിൽ വരുന്നു എന്നത് ഇന്ന് നമ്മൾ വളരെ ഭംഗിയായി കാൽക്കുലേറ്റ് ചെയ്തു. ആ കാൽക്കുലേറ്റ് ചെയ്തത് നമ്മുടേത് തന്നെ ആയ പണ്ഡിതന്മാരാണ്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തിയത് ഒരു പക്ഷേ നമ്മൾ എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അല്ലാത്ത ആളുകൾ എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്, ശാസ്ത്രത്തിന്റെ ഗ്രന്ഥങ്ങളാണ്. ആ ഗ്രന്ഥങ്ങൾ അനുസരിച്ച് നമ്മളെ ഉണ്ടാക്കിയ ഈ കലണ്ടറുകൾ ഇന്ന് സ്വീകരിക്കുന്നതിന് നമുക്ക് തടസ്സമല്ല. അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ട് ചോദിക്കും, ചന്ദ്രന്റെ വിഷയത്തിൽ കാണാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, മറ്റു വിഷയങ്ങളിലൊന്നും കാണാൻ റസൂല് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂര്യന്റെയോ ചന്ദ്രന്റെയോ അല്ല അസറിന്റെയോ ദോഹറിന്റെയോ ഒക്കെ സമയം അത് കണ്ടു മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ടില്ല എന്ന്. വാസ്തവത്തിൽ ഇത് അബദ്ധമാണ്. ഇത് അബദ്ധമല്ല. കാരണം എന്ന് വെച്ചാൽ തത്വം പറഞ്ഞാൽ ആ തത്വം അക്കാലഘട്ടത്തിൽ എങ്ങനെ മനസ്സിലാക്കി, അക്കാലഘട്ടത്തിൽ സൂര്യന്റെ അതേപോലെ ചലനവും ഈ പറയുന്ന ഒരു വസ്തുവിന് അതിന്റെ നിഴലും ഒക്കെ എങ്ങനെ മനസ്സിലാക്കി, കണ്ടിട്ട് തന്നെ മനസ്സിലാക്കിയതാ. റസൂലിന്റെ വാക്കില്ലാതെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കില്ലാതെ തന്നെ അവർ കണ്ടു. ആ കാണുക എന്ന വാക്കിനെ നമ്മൾ കൊടുക്കേണ്ട അർത്ഥം നിരീക്ഷിക്കുക എന്നാണ്. രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. കാണുക എന്ന് പറയുന്നത് നമ്മുടെ ഈ റെറ്റിന ഉണ്ടല്ലോ, നമ്മുടെ നേത്ര പടലത്തിൽ ഒരു പ്രതിബിംബം പതിയുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാ അല്ലാഹുവിന്റെ റസൂൽ അതല്ല ഉദ്ദേശിച്ചത്. നിരീക്ഷിച്ച് പഠിക്കണം, അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യാകണം. അപ്പോ നമ്മുടെ ഫിഖഹിന്റെ കിതാബുകളിൽ നമ്മൾ എഴുതി വെച്ച് പണ്ട് നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എഴുതി വെച്ചു. നമസ്കാരത്തിന്റെ ഷർത്തുകൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു സമയമായെന്നറിയണം, സമയമായെന്നറിയണം. അല്ല പറഞ്ഞു അറിയണം, അല്ല പറഞ്ഞോ അങ്ങനെ ഒരു വാക്ക് കാണിക്കാൻ പറ്റും. സമയമായെന്നറിയണം എന്നാ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു അങ്ങനെ. പക്ഷേ ആ വാക്കുകളിലെല്ലാം അത് കടന്നു വന്നു. അതിന് സലാത്തിലെ ദുരൂഹി ശംസയെ എന്ന് പറഞ്ഞപ്പോൾ സൂര്യൻ അതിന്റെ മധ്യാഹ്നത്തിൽ നിന്ന് തെറ്റുമ്പോൾ ആ തെറ്റുന്നത്, തെറ്റുക എന്നത് നമ്മൾ അറിയണം. നമ്മൾ അറിയും. എങ്ങനെ? നിരീക്ഷിച്ചറിയും, വായിച്ചറിയും, പഠിച്ചറിയും. അങ്ങനെ അനുഭവത്തിലൂടെ നമ്മൾ അതറിയണം. അപ്പൊ അതിനു വേണ്ടിയുള്ള മാധ്യമങ്ങളെ നമ്മൾ അടിസ്ഥാനമാക്കരുത്. ഒരു മാധ്യമം, ഒരു സംഗതി മനസ്സിലാക്കുക എന്നതാണ് അടിസ്ഥാനമെങ്കിൽ ആ സംഗതി മനസ്സിലാക്കാൻ വേണ്ടിയുള്ള നമ്മുടെ മാർഗങ്ങളെ, ആ മാർഗങ്ങളെ തന്നെ അടിസ്ഥാനമായി നമ്മൾ പറയുന്നത് ശരിയല്ല. അതവിടുത്തെ വിഷയം. അപ്പൊ ആ വിഷയം അംഗീകരിക്കാൻ നമ്മൾ തയ്യാറായി. ഏതിന്റെ വിഷയത്തിൽ? നമസ്കാര സമയങ്ങളുടെ വിഷയത്തിൽ അംഗീകരിക്കാൻ തയ്യാറായി. പക്ഷെ അതേ മാനദണ്ഡം മാസപ്പിറവി വിഷയത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ മാറ്റിവെച്ചു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു തത്വം ഒരു സ്ഥലത്ത് അംഗീകരിക്കാൻ തയ്യാറായ നമ്മൾ വീണ്ടും വേറൊരു സ്ഥലത്തെത്തുമ്പോൾ എന്തുകൊണ്ട് ഇത് തയ്യാറാകുന്നില്ല? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്
നിയമത്തിന്റെ പൊരുളുകൾ നമ്മൾ വാസ്തവത്തിൽ വിസ്മരിച്ചു പോവുകയോ മറന്നു പോവുകയോ ചെയ്യുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മയ്യത്ത് കുളിപ്പിക്കുമ്പോ സിദ്ർ എന്ന വാക്ക് ഉപയോഗിക്കും. താളി എന്നാണ് നമ്മൾ അർത്ഥം കൊടുക്കാറുള്ളത്. താളി ഉപയോഗിക്കലുണ്ടോ മയ്യത്ത് കുളിപ്പിക്കാൻ? താളി എന്ന് നമ്മൾ ആരും ഉപയോഗിക്കുന്നില്ല. റെക്സോണോ അല്ലെങ്കിൽ ഏറ്റവും മുന്തിയ നിലക്കുള്ള പിയേഴ്സോ അതേപോലെയുള്ള സോപ്പുകളാണ് മയ്യത്തിനെ കുളിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ സോപ്പ് ഉപയോഗിക്കാൻ മതവിരുദ്ധമല്ല എന്ന് എവിടുന്ന് കിട്ടി? അത് കിട്ടിയത് അതിന്റെ തത്വം മനസ്സിലാക്കി. നമ്മൾ മയ്യത്തിനെ കുളിപ്പിക്കുമ്പോൾ സിദർ ഉപയോഗിക്കണം എന്ന് പറയുന്ന ആ താളി എന്നത് അതിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള ഒരു വസ്തു എന്ന് നമ്മൾ അതിന്റെ മാന മനസ്സിലാക്കി. ആ വാക്കിന്റെ അർത്ഥം, അതിന്റെ പൊരുൾ അത് നമ്മൾ മനസ്സിലാക്കി പൊരുളിലേക്ക് മാറി. ഫിത്ർ സക്കാത്ത്, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഫിത്ർ സക്കാത്തിന്റെ സ്ഥിതി എന്തായിരുന്നു? കാരക്ക, മുന്തിരി, അതേപോലെ തന്നെ ബാർലി, പാൽക്കട്ടി, അതൊക്കെയാണ് പിന്നെ ഫിത്ർ സക്കാത്തായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമാക്കി. ഹദീസുകളിൽ അറിയാം, വാക്കുകളിൽ മാത്രം കടിച്ചു തൂങ്ങിയാൽ ഇവിടെ പാൽക്കട്ടയോ ബാർലിയോ അതേപോലെയുള്ള സാധനങ്ങളല്ലേ നമ്മൾ കൊടുക്കേണ്ടി വരാം. പക്ഷേ നമ്മുടെ മതപണ്ഡിതന്മാർ, ബുദ്ധിമാന്മാരായ മതപണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നു, നാട്ടിലെ മുഖ്യ ഭക്ഷ്യാഹാരമായ അരി എന്ന് പറഞ്ഞു. വല്ല ആദ്യത്തിനുണ്ടോ അരിന്ന്? അരിയുന്നില്ല. അപ്പൊ എന്താണ് ഇവിടുത്തെ തത്വം? തത്വമൊന്നുമില്ല. നാട്ടിലെ മുഖ്യ ഭക്ഷ്യാഹാരമായ അരി എന്നത് ആ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിലെ നടപടികളിൽ നിന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ നിന്നും അതിന്റെ പൊരുളിനെ മനസ്സിലാക്കി നമ്മൾ അതിലേക്ക് വന്നതാണ്. കുറെ ആളുകൾ ഇന്ന് ജുമാ ഖുത്ബ നടത്താറില്ല. പോട്ടെ, അവരുടെ കാര്യം നമ്മൾ മാറ്റിവെക്ക്. എന്നാലും കേരളത്തിൽ ജുമാ ഖുത്ബ എന്നത് അൽ ഖുത്ബത്തു അൽ വഅദു എന്നത് നമ്മുടെ കിതാബുകളിൽ, മഹല്ലുകളിലെ മദ്ഹബിന്റെ കിതാബുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അൽ ഖുത്ബത്തു അൽ വഅദു, ഖുത്ബ എന്ന് പറയുന്നത് വഅദാണ്. ആര് പറഞ്ഞു? ഇത് റസൂലിന്റെ വാക്കാണ്. റസൂലിന്റെ വാക്കല്ല. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബകൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നടത്തുമ്പോൾ യഹ്മറത ഐനാഹു, അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണുകളും ചുവന്ന് തുടുക്കാറുണ്ട്. വസ്തത്ത ഖലമുഹു, അദ്ദേഹത്തിന്റെ കോപം കഠിനമാകാറുണ്ട്. വഅല സൗതുഹു, അദ്ദേഹത്തിന്റെ ശബ്ദം ഉച്ചസ്ഥായിയിലെത്താറുണ്ട്. അതാകാന്നഹു മുൻദിർ ജയ്ശിൻ യഖൂൽ സബ്ബഹു വമസ്സ, അങ്ങനെ പറയുന്ന അല്ലെങ്കിൽ താക്കീത് നൽകുന്ന, മുന്നറിയിപ്പ് നൽകുന്ന ഒരു സേനാനായകനെ പോലെ റസൂൽ ഇതാ പകൽ, ഇതാ നിങ്ങൾ ആക്രമിക്കാൻ, ഇതാ വൈകുന്നേരം നിങ്ങൾ ആക്രമിക്കാൻ നിങ്ങളുടെ ശത്രുക്കൾ എന്നിങ്ങനെ മുന്നറിയിപ്പ് നൽകുന്ന രീതിയായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബ എന്ന് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അതിന്റെ പൊരുള് മനസ്സിലാക്കി. അങ്ങനെ പൊരുള് മനസ്സിലാക്കിയ മതപണ്ഡിതന്മാർ പറഞ്ഞു, ഖുതുബ അതിന്റെ അർക്കാനുകളല്ലാത്ത മറ്റു ഭാഗങ്ങൾ അതത് കാലഘട്ടത്തിലെ കാര്യങ്ങളോട് യോജിപ്പിച്ചുകൊണ്ട് മുസ്ലിം സൊസൈറ്റിയെ നമ്മൾ ഉപദേശിക്കണം. അങ്ങനെ ആ ഉപദേശം അനുസരിച്ച് കുറെ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഖുതുബ പരിഭാഷകളിൽ മിമ്പറിന്റെ മുകളിൽ നിന്ന് തന്നെ പരിഭാഷപ്പെടും. ചില ആളുകൾ പരിഭാഷപ്പെടുത്താത്തവർ താഴെ നിന്ന് പോലും ഈ പൊരുൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇത് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാക്കുകളിൽ ഒരു പൊരുളടങ്ങിയിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ ആ പൊരുളിലേക്ക് നമ്മൾ മടങ്ങുന്നു എന്നതാണ്. എന്നതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിലാലിനെ നിങ്ങൾ കണ്ടാൽ നോമ്പ് അനുഷ്ഠിക്കണം, നോമ്പ് തുടങ്ങണം, ഹിലാലിനെ കണ്ടാൽ നോമ്പ് അവസാനിക്കണം. അങ്ങനെ പറഞ്ഞോളാം നമ്മൾ പറയുന്നു. റഅ എന്ന വാക്ക്, നളറ, ഇല എന്ന വാക്ക്, തഹഫദ എന്ന വാക്ക്, ഈ മൂന്ന് വാക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എല്ലാ ഹദീസുകളും നമ്മൾ പരിശോധിച്ചാൽ ഈ മൂന്ന് വാക്കുകളിലാണ് ഇത് ചുറ്റിത്തിരിഞ്ഞിട്ടുള്ളത്. ഈ വാക്കുകൾക്ക് നിരീക്ഷിക്കുക എന്നർത്ഥം എല്ലാവരും പരിശോധിച്ചു. റഅ എന്ന വാക്കിന് കാണുക മാത്രമല്ല അർത്ഥം, നിരീക്ഷിക്കുക എന്നതിനർത്ഥമുണ്ട്. തഹഫദ, ഇങ്ങനെ സൂക്ഷിച്ച്, ആ നിരന്തരമായി സൂക്ഷിച്ച് അന്വേഷിച്ച് പഠിക്കണമെന്ന് തഹഫദാണ്. അപലായെന്നുള്ളതിലെ കൈമഹുലിന്റെ ദുഷ്ടപുരാൻ ഉപയോഗിച്ചിട്ടുള്ള വാക്കല്ലേ നദറ. ഒട്ടകത്തിലേക്ക് ഇങ്ങനെ നോക്കുന്നില്ല, അങ്ങനെ കണ്ണെടുത്തിട്ട് ഇങ്ങനെ വെറുതെ ഒരു നോട്ടത്തെ പറ്റിയാണോ അല്ല പറയുന്നത്? അല്ല. എന്താ സംശയം? അതേസമയം ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അങ്ങനെ
ഹിലാല് നിങ്ങൾക്ക് ബോധ്യപ്പെടണം. എന്തിനാ കാണുന്നത്? ഒരാളോട് ചോദിക്കാണ്, നമ്മൾ ചോദിക്കാണ്, ഒരു മതപണ്ഡിതന്മാരോട് നമ്മൾ ചോദിക്കുന്നു, ഉസ്താദ് കാണണം എന്ന് പറഞ്ഞു, അത് കാണണം എന്ന് പറഞ്ഞത് ബർക്കത്തിന് വേണ്ടി കാണണം എന്നാണോ? കാണൽ ഇബാദത്താണെന്നാണോ? കാണൽ ഇബാദത്താണെങ്കിൽ സാധാരണക്കാർക്ക് സംശയമാണ്. കാണൽ ഇബാദത്താണെങ്കിൽ ഉസ്താദ് നിങ്ങളൊക്കെ കൂടി കാണണം എന്ന് പറഞ്ഞിട്ട് ആ ഇബാദത്ത് എടുക്കാനൊന്നും നിങ്ങളെ കിട്ടണില്ലല്ലോ. നിങ്ങൾക്ക് ഇങ്ങനെ പോയിരിക്കാതെ ആ ഇബാദത്ത് ഇവിടെ നിസ്കരിക്കാതെ നടക്കുന്ന ആളുകളല്ലേ ചെയ്യുന്നത്. ഇപ്പൊ സാധാരണക്കാരത് ചോദിച്ചു തുടങ്ങി. നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ ചോദിച്ചു തുടങ്ങി. നോക്കൂ, അതല്ല ബർക്കത്തിനാണ്. എന്താ യഥാർത്ഥത്തിൽ കാണാൻ പറഞ്ഞ്? കാണാൻ, നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ, കണ്ടിട്ട് പുതിയ മാസം ആരംഭിച്ചു എന്ന് തോന്നണം. വാസ്തവത്തിൽ അവസാനിക്കുമ്പോഴാണ് നമ്മൾ പോയി കാണുന്നത്. നോക്കൂ, അസ്തമിക്കുന്ന ചന്ദ്രനെ കണ്ടു, ഉദിച്ചു. ആ ഉദിച്ചിട്ട് അസ്തമിച്ച് ഉദയം കഴിഞ്ഞ് അസ്തമയവും കഴിഞ്ഞിട്ട് നമ്മൾ പറയാണ് പുതിയത് ആരംഭിച്ചു. എന്തൊരു അബദ്ധമാണ് നമ്മൾ പറയുന്നത്. ആരംഭിച്ചാൽ ആരംഭിച്ച് അവസാനിച്ചതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ ചിന്തിക്കണം. അതാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ്, അതാണ്. അതുകൊണ്ട് നിയമത്തിന്റെ മറ്റു വശങ്ങളിലേക്ക് നമ്മൾ കടക്കേണ്ടതില്ല. ഈ ഒരു പോയിന്റ് മാത്രം പറയാനാണ് ഞാൻ എന്റെ ഈ സമയം ഉപയോഗപ്പെടുത്താമെന്ന് ധരിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ അംഗീകരിക്കുന്ന തത്വം തന്നെ ചില സന്ദർഭങ്ങളിൽ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്ന് ഒരു ചോദ്യം, ഒരു ചിന്ത ഉണർത്തിവിടുക എന്നത് മാത്രമേ ഞാൻ ഈ എളിയ സന്ദർഭത്തിൽ വാസ്തവത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ. സർവശക്തനായ അല്ലാഹു എനിക്കും നിങ്ങൾക്കും ഇതുപോലെ ദീനിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ, അന്വേഷിക്കാൻ, പഠിക്കാൻ, സത്യം കണ്ടെത്തിയാൽ യാതൊരു മുൻവിധിയും കൂടാതെ അംഗീകരിക്കാനും പ്രവർത്തിക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ.